നമസ്കാരം. പൈൽസ് എന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. ഒപിയിൽ ധാരാളമായി വരുന്ന ഒരു കേസാണിത്. പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ ഒരിക്കലും ചിലപ്പം ഈ പൈൽസ് എന്നുള്ള രോഗത്തിന് ചികിത്സയ്ക്കായിട്ടായിരിക്കില്ല വരുന്നത്. മറ്റുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായിട്ട് വരികയും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർക്ക് ഈ പൈൽസ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുകയാണ്. ഒരു പക്ഷേ ഈ പൈൽസ് ആവാം അവരുടെ പല രോഗങ്ങൾക്ക് മൂല കാരണമായിട്ട് നിലനിൽക്കുന്നത്. ചിട്ടയായിട്ടുള്ള ആഹാരക്രമത്തിലൂടെയും പഥ്യത്തിലൂടെയും നല്ല രീതിയിലുള്ള മരുന്നുകളുടെ ഉപയോഗത്തിലൂടെയും വളരെ നല്ല രീതിയിൽ സുഖപ്പെടുത്തിക്കൊണ്ട് പോകാവുന്ന ഒരു രോഗമാണ് പൈൽസ്. പക്ഷേ ഇതുപോലെ തന്നെ മരുന്നിനേക്കാൾ ഉപരി അവിടെ പഥ്യത്തിനാണ് പ്രാധാന്യം. ആഹാരപഥ്യവും വിഹാരപഥ്യവും ഉണ്ട്. അതുപോലെ തന്നെ ഈ പൈൽസിന് പലതരത്തിലുള്ള സ്റ്റേജുകളുണ്ട്. ആയുർവേദത്തിൽ ഇതിനെ ശുഷ്ക ആർസസ്, ആർദ്ര ആർസസ് എന്ന് പറയും. ബ്ലീഡിംഗ് പൈൽസും നോൺ ബ്ലീഡിംഗ് പൈൽസും. അപ്പം ഏത് ഗ്രേഡിൽ നിൽക്കുന്നു, ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മരുന്നുകളുടെയും ചികിത്സാക്രമങ്ങളും ഒക്കെ നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ നല്ല രീതിയിൽ മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും ചിട്ടയായുള്ള പഥ്യക്രമത്തിലൂടെയും നമുക്ക് ഇത് പരിഹരിക്കാവുന്ന ഒരു രോഗമാണ്.